പെരുമ്പടപ്പിലെ സേവിച്ചേട്ടന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. മെട്രോ 7 ന്യൂസ് ഇംപാക്ട്. സേവിച്ചേട്ടന്റെ വീട്ടുവളപ്പിൽ നാശം വിതച്ച പോത്തിനെ മൃഗസംരക്ഷണ പ്രവർത്തകർ ഏറ്റെടുത്തു. 8 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പോത്തിനെ ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസം മെട്രോ 7 ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നായിരുന്നു ഇടപെടൽ. വിളിക്കാതെ സേവിച്ചേട്ടന്റെ വീട്ടിലെത്തിയ അതിഥിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. 8 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പെരുമ്പടപ്പിലെ സേവിച്ചേട്ടന് ശ്വാസം നേരെ വീണത്. കശാപ്പിനായി കൊണ്ടുവന്ന പോത്ത് വീട്ടുവളപ്പിൽ ഓടിക്കയറി നാശം വിതച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുകയായിരുന്നു സേവിച്ചേട്ടൻ. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മട്ടാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ അംഗങ്ങളെത്തി വീട്ടുവളപ്പിൽ തന്നെ അതിസാഹസികമായി പോത്തിനെ പിടിച്ചു കെട്ടിയെങ്കിലും ഉടമസ്ഥരാരും അന്വേഷിച്ചെത്താത്തതിന്റെ ഭീതിയുമുണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം മെട്രോ 7 ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് സംഭവത്തിൽ കുമ്പളങ്ങി പോലീസ് ഇടപെട്ട് ആലങ്ങാട് പ്രവർത്തിക്കുന്ന ധ്യാൻ ഫൗണ്ടേഷൻ പ്രവർത്തകർ വീട്ടിലെത്തി പോത്തിനെ ഏറ്റെടുത്തത്. ഇങ്ങനെ ഇതേപോലെ പശു, പോത്ത്, ആട് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ സംരക്ഷിക്കുന്ന സംഘടന. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾക്ക് 29 കാപ്പിനെ കിട്ടിയായിരുന്നു നമ്മുടെ കോമ്പിടിപ്പാലത്തിൻ്റെ അവിടെ മട്ടാഞ്ചേരിയിലേക്ക് കൊണ്ടുവണ്ടി. അപ്പോൾ ഇതിപ്പോൾ 2-3 ദിവസം നമ്മുടെ സ്റ്റേഷനിൽ നിൽക്കണം. അപ്പോൾ ഇതേപോലെ അവർക്ക് ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഉടമസ്ഥനുള്ളതുകൊണ്ടാണ് നമ്മളിത് ആദ്യം വരാതിരുന്നത്. അപ്പോൾ ഉടമസ്ഥ 2 ആഴ്ചയോളം ആരും വന്നിട്ടില്ല ഇതിനെ തപ്പിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് എടുക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതൊരു ഡൽഹി ബേസ്ഡ് ഒരു സംഘടനയാണത്. ഇവിടുത്തെ കുറേ ആൾക്കാർ ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. കുറേ ഡോക്ടർമാരാണ് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ എല്ലാവരും കൂടി സഹകരണം കൂടി പ്രവർത്തിച്ച് പോണത്. പിന്നെ ഞങ്ങളിപ്പോൾ സ്റ്റാഫായിട്ട് നിൽക്കണതാണ് ഇത് നോക്കാനൊക്കെ ആയിട്ട്. ഭീതി ഉളവാക്കുന്ന പ്രകൃതക്കാരനായതിനാൽ വാഹനത്തിൽ കയറ്റുവാനും ഇവർ കുറെ പാടുപെട്ടു. എന്നിരുന്നാലും ഒരാഴ്ചത്തോളം ഭക്ഷണവും വെള്ളവും ഷെഡുമൊക്കെ ഒരുക്കി കാത്തു സൂക്ഷിച്ച പോത്തിനെ മൃഗസംരക്ഷണ പ്രവർത്തകർ ഏറ്റെടുത്തപ്പോഴാണ് സേവിച്ചേട്ടനും കുടുംബത്തിനും ആശ്വാസമായത്. ഒരു ദോഷവും വരാത്ത രീതിയിൽ ഇതിനെ തിരിച്ചു കൊല്ലാനല്ല, വളർത്താൻ തന്നെ വരുന്ന ആളുകൾ തന്നെ വരണം. അതായിരുന്നു എന്റെ ആഗ്രഹം. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിവരം എത്തിക്കുവാൻ സഹായിച്ച മെട്രോ 7 ന്യൂസിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ഇതിനോട് സഹകരിച്ച താങ്കളെപ്പോലുള്ള എല്ലാവർക്കും, താങ്കളും വന്ന് ഇതൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ കൊടുത്തു. അതിലേക്ക് ഫലമായിട്ട് പെട്ടെന്ന് സ്പീഡിൽ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു. എല്ലാത്തിനും ഞാൻ നന്ദി പറയണേ. ഒത്തിരി നന്ദി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.